വെൽക്കം ബാക്ക് ടു ദി ചാനൽ. സോ കുറേ കാലമായി നമ്മൾ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് ടൈം റെഡി ആയത്. ഇത് November 1st, 2025. ഇന്ന് നമ്മൾ തായ്ലാൻഡിലേക്കാണ് പോകുന്നത്. സോ ഇത് പ്രിപ്പറേഷനായി തുടങ്ങിയത് ഒരു 2 months 3 months മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. സോ ഞാൻ തനിയാണ് പോകുന്നത്. സോളോ ബാക്ക് പാക്കിംഗ് ട്രിപ്പാണ്. ഇതിൻ്റെ പ്രിപ്പറേഷനും ഐറ്റിനറിയും പ്ലാൻ ഞാൻ തന്നെ ചെയ്തത്. ഇന്ന് എയർ ഏഷ്യയുടെ ഫ്ലൈറ്റാണ്. 11:35 സ്റ്റാർട്ടിങ്. ഞാനിപ്പോൾ ഒരു 3 മണിക്കൂർ മുമ്പേ ഇവിടെ എത്തി. ചെക്ക് ഇൻ ചെയ്തു. ഇമിഗ്രേഷനെല്ലാം ക്ലിയറൻസ്, സെക്യൂരിറ്റി ചെക്കെല്ലാം കഴിഞ്ഞു. ജസ്റ്റ് വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ 2-3-4 മണിക്കൂറുണ്ട് ആക്ച്വലി ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്. ഇതൊരു ബാക്ക് പാക്കിംഗ് ട്രിപ്പാണ്, അതുകൊണ്ട് കൂടുതൽ ലഗേജൊന്നുമില്ല. ഒരു 7 kg ക്യാബിൻ ബാഗ് ഉണ്ട്, പിന്നെ ഒരു സ്ലിംഗ് ബാഗ്, ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും എടുത്തിട്ടൊന്നുമില്ല. അപ്പം വെറും 5 ദിവസത്തെ ഡ്രസ്സുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇനി കണ്ടറിയണം എങ്ങനെയാണെന്ന്. സോ ഞാനെല്ലാം ബുക്ക്ഡാണ്. അവിടെ പോയി ഹോസ്റ്റലെല്ലാം ബുക്ക്ഡാണ്. അപ്പം ഇതിൽ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ കാണേണ്ടി വരും മിക്കവാറും. സോ നാളെ ഇനി എന്താ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ കുറച്ച് കറക്കമൊക്കെ ഉണ്ട്, കുറച്ച് പർച്ചേസിങ് ഉണ്ട്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴി കാണാം എങ്ങനെയാണ്. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഒരു ബൈക്ക് ട്രിപ്പും കൂടി ഉണ്ട്. അത് എങ്ങനെയാണെന്ന് നമുക്ക് അവിടെ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് കാണാം. കാരണം അവിടെ ബൈക്ക് റെൻ്റൽ എടുക്കണം. അപ്പോൾ അതിനുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പം എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു മോട്ടോർ സൈക്കിൾ തന്നെ എടുക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഒരു സ്കൂട്ടർ എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. അവിടുത്തെ റേറ്റ്സൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് പ്ലാൻ ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, തായ് ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തായ് ബാത്തിന് ഇവിടുന്ന് 2.71 ആണ്. ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട്. സോ നമുക്ക് അത് ആ കൺവേർഷൻ റേറ്റും കൂടി കണക്കാക്കണം. ഒരുപാട് കാശ് ക്യാരി ചെയ്യുന്നില്ല, കുറച്ച് കാശ് ക്യാരി ചെയ്യുന്നുണ്ട്. ഒരു 1000 തായ് ബാത്ത് മാത്രമേ ക്യാരി ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ അവിടെ എങ്ങനെയാണ് സിറ്റുവേഷൻ എന്നറിയില്ല. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് മണി എക്സ്ചേഞ്ച് ചെയ്യണം. കയ്യിൽ ക്യാഷും ഉണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. അങ്ങനെ ഹോസ്റ്റല് തപ്പിപ്പിടിച്ച് കിട്ടി. ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു ചെറുതായിട്ടെങ്കിലും ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. നടന്നില്ല. പിന്നെ ഒരു 3-3.5 മണിക്കൂറുള്ള യാത്ര ഉണ്ടായിരുന്നുള്ളൂ. അതും വലുതായിട്ട് ഉറങ്ങാനുള്ള ഒരിതില്ല. പിന്നെ എയർ ഏഷ്യയുടെ ബെഞ്ച് സീറ്റുകളാണ്, അതിലേക്ക് കിടന്ന് ഉറങ്ങാനുള്ള ഇതൊന്നുമില്ല, കംഫർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് എപ്പോഴോ കണ്ണടഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ചെക്കിങ് 2 മണിക്കാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ചെറുതായിട്ടൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് മെല്ലെ ഒന്ന് ഇതിൽ പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് മയങ്ങാൻ ശ്രമിക്കാം. 6:15 നാട്ടിലത്തെ ടൈം. അപ്പോൾ ഇവിടുത്തെ ഒരു 7:45 ഒരു 1.5 hours ഇവിടെ ഏർലിയാണ്. സോ DJൻ്റെ സ്റ്റോറിൽ പോയിട്ട് കുറച്ച് പർച്ചേസുകളുണ്ട്. എന്തായാലും അതൊന്ന് ചെയ്യാൻ നോക്കണം. പിന്നെ ഇന്നിപ്പം ഇവിടെ ഒരു മഴ, അങ്ങനെ ഒരു ഫീലിങ്ങിലാണ് മൊത്തത്തിൽ നിൽക്കുന്നത്. പക്ഷെ പുറത്ത് നോക്കുമ്പോൾ വെയിലൊക്കെ കാണുന്നുണ്ട്. മഴ പെയ്യുമെന്ന് എനിക്കറിയില്ല. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടുത്തുള്ള ക്യൂൻ ഉണ്ടായിരുന്നു. അവർ ഈ റീസെൻ്റ്ലി മരിച്ചുപോയി October 24th. അപ്പോൾ ഇവിടെ ഒരു 90 ദിവസത്തെ ദുഃഖാചരണമാണ്. സോ എല്ലാവരും പ്രിഫറബിളി ബ്ലാക്ക് ഡ്രസ്സൊക്കെയാണ് ധരിക്കാൻ ശ്രമിക്കുന്നത്, ലോക്കൽസ്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്.
അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ഒരു പർച്ചേസ് നടത്തിയിട്ടുണ്ട്. കണ്ടോ, ഒരു ഡ്രോൺ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡ്രോൺ വാങ്ങുന്നു. സോ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു. സുഗുംവിത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നായിരുന്നു പോയി വാങ്ങിച്ചത്. ആക്ച്വലി ഒരു ബിഗിനർ ഡ്രോണാണ്, എന്നാലും നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യണം. അത് മാത്രമല്ല ഇന്ത്യയിലും രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ രജിസ്ട്രേഷൻ്റെ ഇവിടുത്തെ പ്രോസസ്സ് കഴിഞ്ഞിട്ടില്ല. ഇനി പോയിട്ട് വേണം ഇന്ത്യയിലത്തുള്ള രജിസ്ട്രേഷൻ പരിപാടി ചെയ്യാൻ. അതെല്ലാം ഓൺലൈൻ ചെയ്യാൻ പറ്റും, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഇത് ഓടിച്ച് പഠിക്കണം, ഐ മീൻ പറത്തി പഠിക്കണം, അതാണ് മെയിൻ പരിപാടി. സോ ഇന്നിപ്പോൾ ഏകദേശം 1:26 1:26 ഇവിടുത്തെ ടൈം. നമ്മുടെ നാട്ടിൽ 11:56. അപ്പോൾ ഞാൻ ഡ്യുവൽ ടൈം ഇട്ടിട്ടുണ്ട് വാച്ചിൽ. അപ്പോൾ നമുക്ക് അറിയാമല്ലോ എങ്ങനെയാണെന്ന്. ഇനി പോയി 7-11 വല്ല ഫുഡും വാങ്ങിച്ച് കഴിക്കണം. രാവിലെ അവിടെ നിന്ന് തന്നെ കഴിച്ചത്, ഒരു ബർഗർ കഴിച്ചു. 2 മണി തൊട്ടാണ് ചെക്കിങ് അവർ പറഞ്ഞത് രാവിലെ തന്നെ. അപ്പം ഞാൻ വന്ന് ചെറുതായിട്ടൊന്ന് കിടന്നുറങ്ങി. ചെറുതായെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ഇല്ല, 1 മണിക്കൂർ കഷ്ടിച്ച് കിടന്നുറങ്ങി. അപ്പോൾ ഒരു ആ ഉറക്കച്ചടപ്പ് മാറി. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. എന്താ അറിയോ, അതാണ് വീട്. നമ്മുടെ വീടല്ല, ഇവിടെയൊക്കെ സുലഭമാണത്. നമ്മുടെ 7-11 എത്തിയല്ലോ. ഇതാണ് കാവ്സൺ റോഡ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ബാംഗ്ലൂരിലെ ചർച്ച് സ്ട്രീറ്റില്ലേ, ഏകദേശം അതുപോലെയൊക്കെ തന്നെയുണ്ട്. ഒരു ചർച്ച് സ്ട്രീറ്റ് ഇതിൻ്റെ ഒരു റെപ്ലിക്ക പോലെയാണ്. ഇതെന്താ പരിപാടി എന്ന് അറിയുന്നില്ല. ഞാനിപ്പോൾ രാവിലെയും ഉച്ചക്കിലും വൈകിട്ടൊക്കെ 7-11 എന്നാണ് ഫുഡ് കഴിക്കുന്നത്. ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അഫോർഡബിൾ റേറ്റിന് ഫുഡൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡാണ്, കാരണം വലിയൊരു ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല. നമ്മുടെ കൊറിയൻ സ്റ്റൈല് അല്ലെങ്കിൽ ചൈനീസ് അങ്ങനത്തെ ഉള്ള കുറേ സാധനങ്ങളൊക്കെയാണ് കണ്ടത്. തായ് മസാജ്. പിന്നെ സ്ട്രീറ്റ് ഫുഡ് ഇവിടുന്ന് ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മാംഗോ സ്റ്റിക്കി റൈസ് എന്ന് പറഞ്ഞ സാധനം ഒന്ന് കഴിച്ചു നോക്കുന്നുണ്ട്. പിന്നെ കാണുന്നത് പാഡ് തായ് എന്ന് പറഞ്ഞ വിഭവം, അതും കൊള്ളാം. ഇന്ത്യക്കാരുണ്ടല്ലോ മൊത്തം. ഇതെനിക്ക് തോന്നുന്നു കുറേ സാധനങ്ങൾ ഇമ്പോർട്ടഡ് ഒക്കെ ആണ് കേട്ടോ. ഞാൻ മറ്റേ കുറേ ജൂട്ടിൻ്റെ ഒക്കെ സാധനങ്ങൾ കണ്ടത്, അത് നമ്മുടെ നാട്ടിലും കോമൺ ആയിട്ട് കാണുന്നതാണ്. മൊത്തം പുഴുവാണ്. പ്യൂപ്പ, ബാംബൂ വോം, ഗ്രാസ് ഹോപ്പർ, ഹൗസ് ക്രിക്കറ്റ്, ഓക്കെ, ചിവീഡ്, കോക്കനട്ട് ബീറ്റൽ. ഇതേ ചെറിയ തവളയൊക്കെ ഉണ്ടല്ലോ കേട്ടോ. ഞണ്ട്, ചെറിയ പാമ്പ്, കൊള്ളാം. ഓക്കെ, അപ്പം കാവ്സൺ റോഡൊക്കെ ചുമ്മാ കറങ്ങി. ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് ഉണ്ട്, ചട്ടുചക്ക് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ചീപ്പറാണ്, പിന്നെ പെട്ടെന്ന് എത്തുന്നുമുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെയല്ല. സോ നമ്മൾ ഈ ബോൾട്ട് ഗ്രാബൊക്കെ നമുക്ക് ബുക്കൊക്കെ ചെയ്യാം, പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു. നമ്മൾ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് ലൊക്കേഷൻ എടുത്ത് ഡയറക്റ്റ് ബസ്സിൻ്റെ ഇത് സെലക്ട് ചെയ്താൽ മതി. സോ ഈ ചട്ടുചക്ക് വീക്കെൻഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് വീക്കെൻഡിൽ മാത്രം ഉള്ളതാണ്. നമ്മുടെ ബാംഗ്ലൂരിൽ JC റോഡില്ലേ, കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്, അതുപോലെയുള്ളൊരു മാർക്കറ്റാണ്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഈസ്.
പോലെ ഇത് വീക്കെൻഡിൽ മാത്രമുള്ള മാർക്കറ്റാണ്. അല്ലാതെയുള്ള ദിവസങ്ങളിലും ഉണ്ട് എന്നാണ് അറിഞ്ഞത്. പക്ഷേ അത് എപ്പോഴൊക്കെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. ഓക്കെ, ചട്ടു ചക്ക് എന്നല്ല, ജട്ടു ജക്ക് എന്നാണ്. കണ്ടല്ലേ, വെൽക്കം ടു ജട്ടു ജക്ക് വീക്കെൻഡ് മാർക്കറ്റ്. ഒന്നും പർച്ചേസും ചെയ്തില്ല. ഞാൻ 7 കിലോയുടെ ക്യാബിൻ ബാഗും കൊണ്ടുവന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ട് എങ്ങനെ ഒന്ന് തിരിച്ചുകൊണ്ട് പോകും. അങ്ങനെ വലിയ പ്ലാനൊന്നുമില്ല. നമ്മൾ നാളെ ആയിരിക്കും മെയിനായിട്ടുള്ള എക്സ്പ്ലോറേഷൻ. ഇന്ന് പിന്നെ യാത്രൻ്റെ ഒക്കെ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. നമുക്ക് വല്ല ഫുഡ് കഴിക്കാം.